നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ട്രിപ്പ്, പീലർ ഉപയോഗിച്ച് സാധാരണ പച്ചക്കറിയും ഫ്രൂട്ട്സുമാണ് നമ്മൾ പീൽ ചെയ്യാറുള്ളത്. എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കട്ട പിടിച്ച ശർക്കര ഇതുപയോഗിച്ച് ഇങ്ങനെ പീൽ ചെയ്യാവുന്നതാണ്. ഇത് അവൽ കുഴയ്ക്കാനും മറ്റും ഉപയോഗിക്കാം. നെക്സ്റ്റ് ട്രിപ്പ്, ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചായക്കറ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഇതിലേക്ക് സ്വല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ സബീന പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് പുത്തനായിട്ടുണ്ട്. നെക്സ്റ്റ് ട്രിപ്പ്, കുക്കറിൻ്റെ അടിവശത്തുള്ള അഴുക്ക് എങ്ങനെ കളയാം എന്ന് നോക്കാം. അതിനായി കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ സബീന പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ഉരച്ച് കഴുകുക. അല്ലെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴുകുക. ചായപാത്രത്തിൻ്റെ സൈഡിലുള്ള കറകളും ഇങ്ങനെ ഉരച്ച് കഴുകിയാൽ മതി. ഇപ്പോൾ ചായപാത്രവും കുക്കറും പുത്തനായിട്ടുണ്ട്. നെക്സ്റ്റ് ട്രിപ്പ്, പല്ലിയെയും പാറ്റയെയും എങ്ങനെ കൊല്ലാം എന്ന് നോക്കാം. അതിനായി പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം സ്വല്പം ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. ഇത് ഫ്രിഡ്ജിൻ്റെ അടിയിലും കിച്ചൺ സ്ലാബിൻ്റെ മേലെയും വെച്ചു കൊടുത്താൽ മതി. സിങ്കിലേക്ക് ഇങ്ങനെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗം നല്ലവണ്ണം ക്ലീൻ ആവുകയും കൂടാതെ വെള്ളം പോകുന്ന പൈപ്പ് നല്ലവണ്ണം ക്ലീൻ ആവും. അപ്പോൾ സിങ്കിൽ നിന്ന് ദുർഗന്ധം ഒന്നും ഉണ്ടാവുകയില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.